ഹലോ നമസ്കാരം. ക്രാഷ് സെന്ററിലേക്ക് സ്വാഗതം. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട് മലയാളത്തിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോണത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അത് ബേസിക്കലി +1 +2 ഒക്കെ വെച്ച് തുടങ്ങുന്ന സാധനമാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് എപ്പോഴും ബേസ്. ആ ബേസിൽ നിന്നാണ് പിന്നീട് നമ്മൾ മോസ്, ഡോം എല്ലാം ബിൽഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ഫോക്കസ് എപ്പോഴും ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ബേസ് ആണ്, ഈസിയാണ്, എളുപ്പമാണ്. എന്നാൽ നമ്മൾ വളരെ അങ്ങ് നിസ്സാരമായിട്ട് കാണാനും പാടില്ല. ആവശ്യത്തിന് വെയിറ്റേജ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം PSCക്ക് ആണെങ്കിലും ഗേറ്റ് എക്സാമിനാണെങ്കിലും ESCക്ക് ആണെങ്കിലും എല്ലാം വരാറുണ്ട്. PSUവിന് വരാറുണ്ട്. എല്ലാ എക്സാംസിനും ഒരു ചെറിയ വെയിറ്റേജ് എങ്കിലും ഉള്ള നല്ല ക്വസ്റ്റ്യൻസ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാം. അതിനകത്ത് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മെക്കാനിക്സ് നോക്കുക. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ദ ബോഡി. ഫോഴ്സുകളെ പറ്റിയുള്ള പഠനം, ആ ഫോഴ്സുകൾ കൊണ്ട് ഒരു ബോഡിക്ക് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്നതും പഠിക്കുന്ന കാര്യമാണ്. ഈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള എഫക്റ്റുകളും എക്സ്റ്റേണൽ ആയിട്ടുള്ള എഫക്റ്റുകളും ഉണ്ടാവാറുണ്ട്. ഇന്റേണൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഉള്ളില് ഇന്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഇതൊന്നും നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കില്ല. അത് നമ്മൾ പഠിക്കുന്ന വിഷയമാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഇതിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാവുന്നു എന്നത് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും റിജിഡ് ബോഡിയാണ് ഡീൽ ചെയ്യുന്നത്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫോർമേഷൻസ് ഉണ്ടാവാത്ത ബോഡി. അതായത് ആ ബോഡിയിൽ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും അത് കോൺട്രാക്ട് ചെയ്യോ എക്സ്പാൻഡ് ചെയ്യോ ഒന്നും ചെയ്യത്തില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ള അസംപ്ഷൻ നമ്മൾ പഠിക്കുകയാണ്. ഈ ഡിഫോമബിൾ ബോഡിയെ പറ്റി നമ്മൾ പഠിക്കാതിരിക്കില്ല. അത് സോമിൽ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. വി ഡീൽ വിത്ത് റിജിഡ് ബോഡി ഹിയർ, ഡിഫോമബിൾ ബോഡി ഇൻ സോം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് സ്റ്റാറ്റിക് പാർട്ട്, ബോഡി റെസ്റ്റിൽ ഇരിക്കുകയാണ് എങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് പറയുന്നതാണ് സ്റ്റാറ്റിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ബോഡി മോഷനിലുണ്ടെങ്കിലും പഠിക്കുന്നതാണ് ഡൈനാമിക്സ്. അതിൽ തന്നെ കൈനമാറ്റിക്സ് ഉണ്ട്, അത് മോഷൻ മാത്രം പഠിക്കുന്നതാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ അതൊക്കെ പഠിക്കുന്നതാണ്. ഫോഴ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ കൈനറ്റിക്സ് ആകുമ്പോഴത്തേക്ക് ഫോഴ്സും അത് കോസ് ചെയ്യുന്ന മോഷനും രണ്ടും നമ്മൾ ചേർത്ത് പഠിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒരു ബേസിക്സ് ആണ്. ഇതിനധികം ക്വസ്റ്റ്യൻ ഒന്നും വരാൻ സാധ്യതയില്ല. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കുറച്ച് പഴയ വെക്ടർ അൽജിബ്ര നമുക്ക് നോക്കിയാലോ. രണ്ട് വെക്ടറുകൾ പിയും ക്യൂവും, രണ്ട് വെക്ടറുകൾ. അവയെ സം എടുത്താൽ റിസൾട്ടന്റിന്റെ വാല്യൂ √(p²+q²+2pq cos θ ആയിരിക്കും. ആംഗിൾ ഓഫ് റിസൾട്ടന്റ് വിത്ത് ക്യൂ ടാൻ ബീറ്റ, ആ ബീറ്റ ആയിരിക്കും ആംഗിൾ, വിത്ത് ക്യൂ എന്ന് പറയുന്ന ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ p sin θ ഡിവൈഡ് ബൈ q+p cos θ. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. വീണ്ടും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി റിസൾട്ടിന്റെ ഈ ഫോർമുലസ് ഓർത്ത് വെക്കേണ്ട, അധികം കാണാതെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെ റിസോൾവ് ചെയ്യുന്നത്? ഒരു വെക്ടർ പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും, ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഈ രണ്ട് ഡയറക്ഷനിലും നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. പി എക്സ് എന്നും പി വൈ എന്നും നമുക്ക് വിളിക്കാം. ഈ പി എക്സിനെയും പി വൈനെയും നമ്മൾ √(px²+py² എന്ന് പറഞ്ഞാൽ അത് ഈ ഇതിന്റെ നമ്മുടെ മെയിൻ ഏത് വെക്ടറിനാണ് റിസൾട്ട് എടുത്തത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, മാത്രമല്ല ഈ പി എക്സ് പി വൈ എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഇക്വേഷൻ സപ്ലൈ കൊടുത്താലും എന്താ, p(x²+qx²) p(x²+py²+2px py cos into 90. cos 90 0 ആണ്. അപ്പൊ നമുക്ക് p²+q² മാത്രം തന്നെ വരുള്ളൂ. അതുപോലെ തന്നെ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ py/px ആണ്. അതും നമുക്ക് ഈ ഒരു ഫോമിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ p/q ആയിട്ട് മാറും. അല്ലെങ്കിൽ ഇവിടെ ക്യൂവിന് പകരം നമുക്ക് എന്താ പി വൈ എന്നും പി എക്സ് എന്നും, ക്യൂ എന്ന് പറഞ്ഞാൽ പി എക്സ് എന്നും പി എന്ന് പറഞ്ഞാൽ പി വൈ എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. ഇത് മാത്രം ഓർക്കുക, ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് വെക്ടറുകൾ നമ്മൾ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഏതൊരു സാധനത്തിനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അത് വെക്ടർ എന്നാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ +1 +2 ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഹയർ ലെവൽ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, 3 കണ്ടീഷൻസ് ഉണ്ട്. വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം,
ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ, അതായത് ഈ പറയുന്ന വെക്ടർ അഡീഷന്റെ ഒരു ലോ ഉണ്ട്, ആ ലോയും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിനെ ഒരു വെക്ടർ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള എല്ലാ ക്വാണ്ടിറ്റീസും വെക്ടറുകളല്ല. ഉദാഹരണത്തിന് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെൻസർ ക്വാണ്ടിറ്റിയാണ്. ടെൻസർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനേ ഉള്ളൂ, പക്ഷെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നടക്കത്തില്ല. അടുത്തത് നമുക്ക് രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ, പി ഡോട്ട് ക്യൂ എന്ന് പറയുന്ന ഡോട്ട് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റും ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റിന്റെ ഫോർമുല മോഡ് ഓഫ് പി മോഡ് ഓഫ് ക്യൂ. മോഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാഗ്നിറ്റ്യൂഡ്, ക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. അതാണ് നമുക്ക് ഇതിന്റെ ഇതായിട്ട് വരുന്നത്. ഇത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്കെലാർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് വർക്ക്. വർക്ക് നമ്മൾ പറയുന്നത് എഫ് ഡി എക്സ് എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് വർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്ത്, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് അതിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആ ഫോഴ്സ് കൊടുത്ത് ആ ബോഡിക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനകത്ത് സംഭവിച്ച വർക്കിനെയാണ് നമ്മൾ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പി ക്രോസ് ക്യൂ. പി ക്രോസ് ക്യൂവിന് പി ക്യൂ മോഡ് ഓഫ് പി മോഡ് ഓഫ് ക്യൂ സൈൻ തീറ്റ ഇൻറ്റു ഈ രണ്ട് വെക്ടറുകൾ എങ്ങോട്ടാണ് ഇടുന്നത്, ഈ രണ്ട് വെക്ടറുകൾ ഉണ്ടല്ലോ, ആ രണ്ട് വെക്ടറിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും ഈ എൻ വെക്ടർ വരിക. ഓക്കെ, അതും നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക, നമ്മൾ ഫസ്റ്റ് വെക്ടർ എടുക്കാം. പി ക്രോസ് ക്യൂ ആണെന്നതിൽ ഫസ്റ്റ് വെക്ടർ എടുക്കുക. ആ വെക്ടറിന് നേരെ നമ്മൾ ഈ 4 പേരിലും കൊണ്ടുപോവുക. എന്നിട്ട് എവിടെയാണോ നമ്മുടെ രണ്ടാമത്തെ വെക്ടർ ഇരിക്കുന്നത് ആ ഡയറക്ഷനിൽ നമ്മൾ ഇത് മടക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെക്ടർ ഉണ്ട്, മേലോട്ടിരിക്കുന്ന ഒരു വെക്ടർ ഉണ്ട്. ഞാൻ ഫസ്റ്റ് വെക്ടർ ക്രോസ് സെക്കൻഡ് വെക്ടർ ചെയ്യണമെങ്കിൽ ഈ വിരൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് ഞാൻ മുകളിലോട്ട് മടക്കണം. സോറി, ഇങ്ങനെ കൊണ്ടുവരണം, എന്നിട്ട് ഈ ഡയറക്ഷൻ കണ്ടോ, ഈ ഡയറക്ഷനിലോട്ട് മടക്കണം. അപ്പൊ എന്റെ നേരെ വരും. മനസ്സിലായോ? അതേസമയം നമ്മൾ ഈ വെക്ടർ ക്രോസ് ഈ വെക്ടർ ആണ് ചെയ്യണമെങ്കിൽ ഈ വെക്ടറിലോട്ട് കൊണ്ടുവരണം, എന്നിട്ട് നമ്മൾ ഈ വഴി മടക്കണം. അത് നമുക്ക് ഇവിടെ പറ്റത്തില്ല. ഇങ്ങനെ ആച്ചോട്ട് ഇങ്ങനെ മടക്കേണ്ടി വരും. ഉള്ളിലോട്ടാണ് എന്ത് വരിക, നമുക്ക് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക. അപ്പൊ അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, സിമ്പിൾ ആണ്. അപ്പൊ അങ്ങനെയാണ് പി ക്രോസ് ക്യൂ നമ്മൾ പഠിക്കുന്നത്. ഇനി ക്രോസ് പ്രോഡക്റ്റിന്റെ എക്സാമ്പിൾ ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. എന്നുപോലെ എന്താ, നമ്മൾ ഇവിടെ ഒരു ബോഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ ഞാൻ പി ഫോഴ്സും വെളിയിൽ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമ്മിലുള്ള ഡിസ്റ്റൻസ് എ എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി ആണെന്ന് വയ്ക്കാം. അപ്പൊ ഈ കേസിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാവും. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ക്രോസ് പി ആണ്. ഓക്കെ, ഡി ക്രോസ് പി. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഈ കേസിൽ ഈ വഴി ഞാൻ വിരൽ കൊണ്ടുവരികയാണ്, ഈ വഴി ഞാൻ വിരൽ കൊണ്ടുവരികയാണ്, ഇങ്ങനെ വിരൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് മേലോട്ട് മടക്കണം. മേലോട്ട് മടക്കുമ്പോൾ എന്റെ നേർക്കാണ് വരുന്നത്. ഇത് എന്റെ നേർക്കാണ് വരുന്നത്. അതായത് ഈ പ്ലെയിൻ, ഈ ഇതിരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തോട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഇതിന്റെ വാല്യൂ വരുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയേ ഉള്ളൂ ക്രോസ് പ്രോഡക്റ്റ്. അടുത്ത നമുക്ക് ഫോഴ്സിനെ പറ്റി പഠിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ an external cause that changes or tends to change. ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കണ്ടോ, ഒരു ഭിത്തി തള്ളുവാന്ന് വെക്കുക. ഭിത്തി തള്ളുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും അവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദാറ്റ് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ബോഡി വൺസ് അപ്ലൈ. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒന്നുകിൽ അതിന്റെ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സ്റ്റേറ്റ് മാറും, അതിന്റെ സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഫോഴ്സിന്റെ പ്രത്യേകത. ഒരു ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് സ്പെസിഫൈഡ് മെമ്പേഴ്സ് ഡ്യൂറിങ് ഇറ്റ്സ് ഫംഗ്ഷനാലിറ്റി. അതിനെ നമുക്ക് ഫോഴ്സ് സിസ്റ്റം പറയും. ഈ പറയുന്ന ഡെഫിനിഷൻസ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നുള്ളതേ ഉള്ളൂ. ഫ്രീ ബോഡി ഡയഗ്രാം നല്ല ഇമ്പോർട്ടന്റ് ഒരു കൺസെപ്റ്റാണ്. ഫ്രീ ബോഡി ഡയഗ്രാം നമുക്കൊരു കേസ്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുവാണ്. അതിനകത്ത് ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഒരു 5-6 ബോഡി കാണും ഫ്രീ ബോഡി ഡയഗ്രാമത്തിന്. അത് ഏതെങ്കിലും ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാൻ പറയും. ചിലപ്പോൾ 2 ബോഡിക്ക് ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാൻ പറയും. അപ്പൊ അങ്ങനെ പറയുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഏത് ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് എടുക്കേണ്ടത്, ആ ബോഡിയാണ് ഞാൻ ആ ബോഡിയാണ് എന്ന് സങ്കല്പിച്ചിട്ട് എന്റെ മുകളിൽ ഇപ്പൊ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി. ഉദാഹരണം നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന 2 ബോഡികളുണ്ട്. ഈ എയുടെയും ബിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് ഒരു കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത്. ആ കണ്ടെയ്നറിന്റെ 2 വോൾസിനെ ഞാൻ ഡബ്ല്യു എന്ന് വിളിക്കുകയാണ്. ഇത് ഫിക്സ്ഡ് വോൾസ് ആണ്. ഗ്രൗണ്ടും ഫിക്സ്ഡ് ആണ്. അതിനെ ഞാൻ ജി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന ബോഡിയെ കണ്ടല്ലോ. എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഞാൻ ഇപ്പം എ ആണ്. ഞാൻ എ ആണെങ്കിൽ ആദ്യമേ എൻ്റെ അതായത് ഞാനിപ്പം സസ്പെൻഡ് ചെയ്ത് നിൽക്കുക, ഇങ്ങനെ ഞാൻ നിൽക്കുക, എയറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഉണ്ടാവുന്നത് ഗ്രാവിറ്റി താഴെ ഉള്ളതുകൊണ്ട് ഞാൻ ഭൂമിയിൽ നിൽക്കുന്നതുകൊണ്ട് താഴോട്ട് എന്തുണ്ടാവും? താഴോട്ട് എനിക്ക് ഒരു ഒരു വെയിറ്റ് ഉണ്ടാവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തറ എന്നെ മേലോട്ട് പുഷ് ചെയ്യും. തറ എന്നെ മേലോട്ട് പുഷ് ചെയ്യും. അപ്പം അത് ആണ് റിയാക്ഷൻ ആർ. അപ്പൊ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വെയിറ്റ് എന്റെ മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴെ തറ എനിക്ക് മേലോട്ടൊരു ഫോഴ്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗ്രൗണ്ട് എനിക്കൊരു ഫോഴ്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. മനസ്സിലായോ? ഇനി ഇനി ഞാൻ എ എന്ന് പറഞ്ഞ ഞാൻ ഭിത്തിയോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഞാൻ ഭിത്തിക്ക് അധികം അങ്ങോട്ട് ഫോഴ്സ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഞാൻ താഴോട്ട് മാത്രം എനിക്ക് ഫോഴ്സ് ഉള്ളൂ. കാരണം എനിക്ക് വെയിറ്റ് താഴോട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഭിത്തി എനിക്ക് ഇങ്ങോട്ട് റിയാക്ഷൻ തന്നുകൊണ്ടിരിക്കും. ഒരു റിയാക്ഷൻ ഇവിടെ തട്ടിയിരിക്കും ഭിത്തി. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് റിയാക്ഷൻ ഭിത്തി തന്നുകൊണ്ടിരിക്കും. കാരണം ഭിത്തി അനങ്ങത്തില്ല. ഭിത്തി ഫിക്സ്ഡ് ആണ്. അപ്പം എനിക്ക് ഇങ്ങോട്ട് റിയാക്ഷൻ തന്നുകൊണ്ടിരിക്കും. ആ റിയാക്ഷനെയാണ് ഞാൻ RAW എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ബോഡിയായിട്ട് എ കോണ്ടാക്ട് ഇരിക്കുകയാണ്. അപ്പം എ നോക്കുമ്പോൾ ബി ഇങ്ങനെ എനിക്ക് ഫോഴ്സ് ചെയ്യുന്ന മണ്ടലോട്ട് ഇങ്ങനെ ഫോഴ്സ് തന്നുകൊണ്ടിരിക്കുന്നു. അതിനെ നമുക്ക് FAB എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ AB, AW, AG എന്നൊക്കെ വിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1/2 ആണ്. അപ്പം RAG എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ A ബൈ ഗ്രൗണ്ട്, ഫോഴ്സ് ഓൺ A ബൈ വോൾ, ഫോഴ്സ് ഓൺ A ബൈ B. വെയിറ്റിനെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുപോലെ ത്രീ ബോർഡ് ഡയഗ്രാം ബി എടുത്ത് നോക്ക്. എനിക്കും എന്തുണ്ട്, ബിക്കും എന്തുണ്ട്, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു സംശയമില്ല, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഭിത്തി എന്നെ ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. FBW ഉണ്ട്. അതുപോലെ ബി നോക്കുമ്പോൾ എ ആണ് ബിക്ക് ഫോഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. എ നോക്കുമ്പോൾ ബി ഫോഴ്സ് തരും, ബി നോക്കുമ്പോൾ എ ഫോഴ്സ് തരും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ FBA എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. അതായത് ഫോഴ്സ് ഓൺ ബി ബൈ എ. മാത്രമല്ല ഇന്റേണൽ ഫോഴ്സസ് ആയതുകൊണ്ട് ഈ FAയും FABയും FBA സെയിം ആയിരിക്കും. അത് നമുക്ക് മോസ്റ്റ്ലി പഠിക്കാം. ഇപ്പൊ തൽക്കാലം പഠിക്കേണ്ട. അപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കുന്നത്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. മൊമെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ടോർക്ക് എന്നൊരു വാല്യൂ ഉണ്ട്. നമ്മൾ പണ്ട് പോകുന്ന ടോർക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മൊമെന്റ് പഠിച്ചിട്ടില്ല. മൊമെന്റിനും ടോർക്കിനും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മളൊരു കട്ട എടുക്കുകയാണ്. ഈ കട്ടയ്ക്ക് ട്രാൻസ്വേഴ്സ് ആയിട്ടൊരു ആക്സിസ് ഉണ്ടാവും. പിന്നെ ആ കട്ട എങ്ങനെയാണ് ഒഴുകുന്നത്, കട്ട നീണ്ടിരിക്കുന്ന കട്ടയാണെങ്കിൽ ആ ഒരു നീളത്തിലൂടെ കൂടി പോണ ഒരു ആക്സിസ് ഉണ്ട്. അതിനെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ ഉള്ളിലൂടെ കയറി പോണ ഒരു ആക്സിസ്. ഉദാഹരണത്തിന് ഒരു പേന ഉണ്ടെങ്കിൽ പേനയ്ക്ക് ഇങ്ങനെയും ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ട്. അപ്പം ഉള്ളിലൂടെ പോണ ഇതാണ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. ഈ നമുക്ക് തന്നേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താ റൊട്ടേഷണൽ ഫോഴ്സ്, ടോർക്ക് ആണെങ്കിലും മൊമെന്റ് ആണെങ്കിലും റൊട്ടേഷണൽ ഫോഴ്സ് തന്നെയാണ്. ഈ റൊട്ടേഷണൽ ഫോഴ്സ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ടോർക്ക് എന്ന് വിളിക്കും. അത് ട്രാൻസ്വേഴ്സ് ആക്സിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മൊമെന്റ് എന്ന് വിളിക്കും. പ്രത്യേകിച്ച് ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിനെ പിടിച്ച് കറക്കും. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ആണെങ്കിൽ ഇങ്ങനെ കറക്കിയാൽ എന്താ ടോർക്ക്. പക്ഷെ ഇങ്ങനെ കറക്കാൻ ശ്രമിച്ചാലോ അല്ല, ഇങ്ങനെ തിരിക്കാൻ ശ്രമിച്ചാലോ അല്ല എന്താ നമ്മുടെ മൊമെന്റ് ആവും. ഓക്കെ അല്ലേ? ഇനി അതുപോലെ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്, കപ്പിൾ. കപ്പിൾ എന്താ? ടു ഓപ്പോസിറ്റ് ഫോഴ്സസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആക്ട്സ് ഓൺ എ ബോഡി നോട്ട് ത്രൂ സെയിം പോയിന്റ്. രണ്ട് ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സ്, ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണ് ബോഡിയിൽ. പക്ഷേ ഒരു പോയിന്റിലല്ല. ഒരു പോയിന്റിൽ തന്നെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്താൽ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും, ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ. പക്ഷേ ഡിസ്റ്റൻസ് ഇട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിലോ അവിടെ ഒരു കപ്പിൾ ഉണ്ടാവും. അവിടെ മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? P×L. ഓക്കെ, ഈ മൊമെന്റ് P×L ആവുന്നതും ഇവിടെ പറഞ്ഞേക്കുന്ന എന്താ ഡിസ്റ്റൻസ് ഇൻറ്റു പി ഇൻറ്റു ഡിസ്റ്റൻസ് തമ്മിൽ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഇതിന് ഞാൻ പല പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡി മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഓക്കെ, ഞാൻ അധികം അതിനെപ്പറ്റി പറയുന്നില്ല. നമുക്ക് ഇതിൽ പറയാം. നമുക്ക് മോസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് മെറ്റീരിയൽസ് സോം പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് മാറും. പക്ഷേ ഇതിൽ കപ്പിൾ ആണെങ്കിൽ എല്ലാ പോയിന്റിലും ഈ P×L എന്ന് പറയുന്ന മൊമെന്റ് തന്നെ ഉണ്ടാവും. അത് മാറില്ല. ഓക്കെ, അത് മാത്രമേ മനസ്സിലാക്കിയത്. എൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ അല്ലേ? അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഒൺലി ഫോർ എ റിജിഡ് ബോഡി ആണെങ്കിൽ മാത്രം നമുക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാറ്റാതെ ആ ഒരു സിസ്റ്റത്തിന്റെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, റിജിഡ് ബോഡി ആണെങ്കിൽ മാത്രം. പക്ഷെ മൂവ് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ നമുക്കത് പറ്റൂല. കോമ്പിനേഷൻ ഓഫ് ബോഡീസ് ആണെങ്കിലും നമുക്കത് പറ്റൂല. പക്ഷെ ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് തന്നെയായിരിക്കും നടുക്ക് കൊടുക്കുന്ന ഫോഴ്സ്.
അത് തന്നെ ആയിരിക്കും സൈഡിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഡയറക്ഷനും മാറരുത്, ഡയറക്ഷനും മാറരുത്, മാഗ്നിറ്റ്യൂഡും മാറരുത്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ്ഫുൾ ആയിരിക്കും. കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലെയിനിൽ കുറെ ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ കോപ്ലാനാർ ഫോഴ്സ് എന്ന് വിളിക്കും. വളരെ സിമ്പിൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു സംഭവമുണ്ട്. അതാണ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. പല ടൈപ്പ് സപ്പോർട്ടുകൾ നമുക്കുണ്ട്. സപ്പോർട്ടുകൾ നമുക്ക് എന്തും റിയാക്ഷൻ തരും. അതാണ് സപ്പോർട്ടുകളുടെ പ്രത്യേകത. അതായത് ഞാനിപ്പം ഈ ഒരു പേന താഴെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ താഴോട്ട് പോകും. അതേസമയം ഞാനൊരു സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, ആ സപ്പോർട്ട് ഈ പേനയ്ക്ക് മേലോട്ട് റിയാക്ഷൻ കൊടുക്കും. രണ്ട് സപ്പോർട്ട് കൊടുത്താൽ രണ്ടും മുകളിലോട്ട് റിയാക്ഷൻ തരും. പക്ഷെ പല തരത്തിലുള്ള സപ്പോർട്ടുകളുണ്ട്. ഹിഞ്ച് സപ്പോർട്ടുണ്ട്, ഹിഞ്ച് സപ്പോർട്ടിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഒരു ബോഡി പിടിച്ചു നിർത്താൻ പറ്റും. അതായത് ഈ ഒരു പേന ഉണ്ടെന്ന് നോക്കിയാൽ ഞാൻ ഇവിടെ തന്നെ ഹിഞ്ച് സപ്പോർട്ട് കൊടുക്കുന്നു വെച്ചോ. ഹിഞ്ച് സപ്പോർട്ട് കൊടുത്താൽ എന്താ പ്രത്യേകത? ഞാൻ ഇങ്ങോട്ട് വലിച്ചാൽ ഒരു റിയാക്ഷൻ അത് ഈ ഡയറക്ഷനിൽ കൊടുക്കും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കൊടുക്കും. ഇങ്ങോട്ട് വലിച്ചാൽ, ഇങ്ങോട്ട് പുഷ് ചെയ്താൽ ഇങ്ങോട്ട് റിയാക്ഷൻ തരും. മേലോട്ട് നോക്കിയാലും ഇത് താഴോട്ട് ആക്കും, താഴോട്ടാക്കാൻ നോക്കിയാലോ മേലോട്ട് റിയാക്ഷൻ കൊടുക്കും. അങ്ങനെ ഇതിനെ പിടിച്ചിവിടെ വെച്ചേക്കാൻ ഇതിന് പറ്റും. പക്ഷെ കറക്കിയ കുഴപ്പമില്ല. ഇങ്ങനെ കറക്കുന്നതിന് അതിന് ഒരു പ്രശ്നമില്ല. കറക്കി അത് കൃത്യമായിട്ടിരുന്ന് കളഞ്ഞോളും. അതിനൊരു പ്രോബ്ലം ഇല്ല. അതാണ് നമ്മുടെ ഹിഞ്ച് സപ്പോർട്ട്. റോളർ സപ്പോർട്ട് ആണെങ്കിലോ ഇവിടെ താഴെ ബോൾസ് ഉള്ള പോലെ, താഴെ ഒരു രണ്ട് ബോൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യും, തടയും. ആ വെർട്ടിക്കൽ മുകളിലോട്ടും താഴോട്ടും പോകാൻ സമ്മതിക്കില്ല. പക്ഷെ ലെഫ്റ്റിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ അത് അതിൽ കൂടെ കിടന്നങ്ങ് മൂവ് ചെയ്യും, റൈറ്റോട്ട് കൊടുത്താൽ അതിങ്ങനെ കിടന്നങ്ങ് മൂവ് ചെയ്യും. അപ്പൊ അതിന് മേലോട്ട് മാത്രമേ റിയാക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഫിക്സ്ഡ് ആണെങ്കിലോ പിടിച്ചങ്ങ് വെച്ചിരിക്കുക. വലത്തോട്ടും ഇല്ല, മേലോട്ടും ഇല്ല, താഴോട്ടും ഇല്ല, മൊമെന്റും കൊടുക്കാൻ പറ്റില്ല, കറക്കാനും പറ്റില്ല, എല്ലാം റെസിസ്റ്റ് ചെയ്യും. അതായത് വെർട്ടിക്കലായിട്ടും റിയാക്ഷൻ കൊടുക്കും, ഹൊറിസോണ്ടലായിട്ടും റിയാക്ഷൻ കൊടുക്കും, വേണമെങ്കിൽ ഒരു മൊമെന്റും കൊടുക്കും. അതായത് ഒരു മൊമെന്റ് ഇതിന് അപ്ലൈ ചെയ്താൽ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മൊമെന്റും കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്പ് സപ്പോർട്ട് ഉണ്ട്: ഹിഞ്ച് സപ്പോർട്ട്, റോളർ സപ്പോർട്ട്, ഫിക്സ്ഡ് സപ്പോർട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്വയർ 3 സെന്റിമീറ്ററിന് 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഓരോ സ്ക്വയറും ഇത് 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 ഇൻറ്റു 3 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 3 ഇൻറ്റു 3. ഓക്കെ. ഇതിനകത്ത് F1 എന്നൊരു ഫോഴ്സ് ഉണ്ട്, വാല്യൂ വന്നിട്ടുണ്ട്. F2 എന്നൊരു ഫോഴ്സ് ഉണ്ട്, വാല്യൂ വന്നിട്ടുണ്ട്. F3 എന്നൊരു ഫോഴ്സ് ഉണ്ട്, വാല്യൂ. F3 ഉണ്ടോ ഇൻക്ലൈൻഡ് ആണ്. അതായത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങോട്ട് 4 ഡിസ്റ്റൻസും ഇങ്ങോട്ട് 3 ഡിസ്റ്റൻസും ഉള്ള രീതിക്ക് ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ F4 പറഞ്ഞിട്ടുണ്ട്, 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പോയിന്റ്, ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് അപ്ലൈ ആവുന്നത്. ഫോഴ്സ് മൊമെന്റും കണ്ടുപിടിക്കണം എബൌട്ട് പോയിന്റ് O. പോയിന്റ് Oക്ക് എബൌട്ട് ആയിട്ടുള്ള ഫോഴ്സും മൊമെന്റും കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. സ്വയം ഒന്ന് ചെയ്തു നോക്കൂ. കണ്ടുപിടിക്കാൻ പറ്റൂലെങ്കിൽ നമുക്ക് സ്വയം പഠിക്കാം. ഓൾ ആ സ്ട്രെയിറ്റ് ലൈൻസ്. ഇതിനെ വളഞ്ഞൊക്കെ പോകും ഞാൻ വരയ്ക്കുമ്പോൾ, പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഞാൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഈ ട്രയാങ്കിളിനെ ഞാനൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 4, ഈ ഡയറക്ഷൻ 3. അപ്പോൾ ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ഓൾറെഡി ആണ്. 3 4 5 എന്ന് പറഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇക്വൽ ടു 5 സ്ക്വയർ ആണ്. പൈതഗോറസ് തിയറം ഒബേ ആവുന്നതാണ്. ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആംഗിൾ, ഒരു ആംഗിൾ ഞാൻ സങ്കല്പിച്ച്, തീറ്റ എന്നൊരു ആംഗിൾ സങ്കല്പിച്ചാൽ കോസ് തീറ്റേനെ 4/5 എന്നും, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 4/5 എന്നും, സൈൻ തീറ്റേനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 3/5 എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ. അങ്ങനെ നമുക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് F3 നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എന്ത് ചെയ്യാം, കമ്പോണന്റ് എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം F3 കോസ് തീറ്റ ആയിരിക്കും എന്ത്, വെർട്ടിക്കൽ കമ്പോണന്റ്. F3 സൈൻ തീറ്റ ആയിരിക്കും എന്ത്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ. പക്ഷേ ട്രാൻസ്മിബിലിറ്റി ഓഫ് ഫോഴ്സും ഉണ്ട്. കാരണം ഇതെല്ലാം ഒരു റിജിഡ് ബോഡിയാണ്. നമ്മുടെ മെക്കാനിക്സിൽ മൊത്തം റിജിഡ് ബോഡിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സിനും വേണമെങ്കിൽ ഒരു പോയിന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ എക്സ് ഡയറക്ഷനുകളിൽ കുറേ പോയിന്റുകളെല്ലാം ഞാൻ കൊണ്ടുവരാണ്. F1 ഇങ്ങോട്ട് നോക്കി, F1 അങ്ങോട്ട് നോക്കുന്ന F2, അങ്ങോട്ട് നോക്കുന്ന F3 സൈൻ തീറ്റ. F4 മേലോട്ടാണ്, ഞാൻ എടുക്കുന്നില്ല. F3യുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് എക്സ് ഡയറക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം F1ന്റെ വാല്യൂ എന്താ, 30. അത് ഞാൻ മൈനസ് എടുത്ത്, കാരണം നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. -30 + 15 + 25 3/5 സൈൻ തീറ്റ. നോക്കുമ്പോൾ വാല്യൂ 0. അതുപോലെ y എടുക്കുവാണെങ്കിലോ F4ഉം F3 കോസ് തീറ്റ മാത്രമേ കാണത്തുള്ളൂ താഴോട്ട്. അപ്പം മേലോട്ടും താഴോട്ടും. അപ്പം മേലോട്ടുള്ള F4 മൈനസ് F3 കോസ് തീറ്റ ഇസിക്വൽ ടു 0. അപ്പം Fx 0 ആണ്, സിഗ്മ Fyയും നമുക്ക് 0 ആണ്. അപ്പം നെറ്റ് ഫോഴ്സിനകത്ത് 0 ആണ് മനസ്സിലായി. അതുപോലെ O എന്ന് പറയുന്ന പോയിന്റിന് മൊമെന്റുകൾ എടുക്കുക.
ഈ മൊമെന്റ് എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ലൈൻ ഓഫ് ഫോഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ F4 വെച്ചിട്ട് ഓയിലുള്ള മൊമെന്റ് എടുക്കുക. പക്ഷെ F4 ഓയിലൂടെ കടന്നു പോണേ. അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൊമെന്റ് ഇല്ല. അവരുടെ ഡിസ്റ്റൻസ് സീറോ ആയിരിക്കും. O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് F4 ഒരു ഡിസ്റ്റൻസ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൂടെ കോളിനിയാണ്, ഇതിനകത്തൂടെ കടന്നു പോകുന്ന സാധനങ്ങൾക്കൊന്നും മൊമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. F1 into 9. F1 എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഫോഴ്സിന്റെ ഈ ഒരു ലൈൻ ഉണ്ട്. ഇത് പോണൊരു ലൈൻ ഉണ്ട്. കണ്ടോ? ആ ലൈൻ കണ്ടോ? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, സങ്കല്പിക ലൈൻ ഉണ്ട്. ആ ലൈനിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് O നിൽക്കുന്നത്, ആ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം. അപ്പൊ 3 എടുക്കേണ്ടി വരും. ഓക്കെ, മൈനസ് ഇനി അതൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ പോയിന്റ് ഇവിടെ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഈ എഫ് ഫോഴ്സ് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും കറങ്ങുക. അതായത് ഈ കറങ്ങുന്ന ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും കറങ്ങുക. അതിനെ നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം. അങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റുകളെ നമുക്ക് പോസിറ്റീവ് മൊമെന്റ്, കൺവെൻഷന് വേണ്ടി പോസിറ്റീവ് മൊമെന്റ് എന്ന് വിളിക്കാം. പിറകോട്ട് തിരിച്ചു കറങ്ങിയാൽ നമുക്ക് നെഗറ്റീവ് മൊമെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം F1 into 9 അത് എന്താ പ്ലസ് F1 into 9. അടുത്തത് F2 ആകുമ്പോൾ എങ്ങനെ? F2 ഇതായി ഇവിടെ നിൽക്കുക. F2 എന്ന് പറഞ്ഞാൽ F2നെ എന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈൻ ഓഫ് ഫോഴ്സ്. ഇത് നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, അതായത് 3 6 ഡിസ്റ്റൻസ് മാറിയാണ്. F2 into 6 ആണ് നമുക്ക് വേണ്ടുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം F2 into 6 വെറുതെ എഴുതിയാൽ പോരാ. ഈ ഒരു ഫോഴ്സ് കാരണം ഈ ഒരു പോയിന്റിന് ഇവിടെ ഞാൻ പിടിച്ചു നിർത്തി, തൊട്ട് വെച്ച്, എന്നിട്ട് ഞാൻ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങോട്ടായിരിക്കും കറങ്ങുക. അത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് -F2 into 6 എന്ന് വിളിക്കാം. പ്ലസ് F3 സൈൻ തീറ്റ. F3 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? F3 സൈൻ തീറ്റ ഇൻറ്റു 0. കാരണം ഇതിന്റെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. F3 സൈൻ തീറ്റ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അത് ഒറിജിനിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് 0 ആണ്. അതിന്റെ കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഫോഴ്സും, പിന്നെ അതുപോലെ F3 cos തീറ്റ താഴോട്ടാണ്. അതേ ഇൻറ്റു 9, കാരണം അത് താഴോട്ടായതുകൊണ്ട് ആ ലൈനിന് 9 ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് മാത്രമല്ല, അത് എന്താ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് നമ്മൾ കൊടുക്കും. അങ്ങനെ F4 into 0 പ്ലസ് F1 into 9 മൈനസ് F2 into 6 പ്ലസ് F3 sin തീറ്റ into 0 മൈനസ് F3 cos തീറ്റ into 9. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ 0 കിട്ടും. അതായത് നെറ്റ് മൊമെന്റ് 0 ആണ് നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് O എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കി, എങ്ങനെയാണ് നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി, മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ മനസ്സിലാക്കി, സിഗ്മ എഫക്സും സിഗ്മ വൈ എഫ് ഐ എങ്ങനെ 0 ആക്കി നമ്മൾ റെഡിയാക്കുന്നത് മനസ്സിലായി, എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ ഒരു പ്രോബ്ലത്തിൽ കൂടെ അങ്ങ് മനസ്സിലാക്കുന്നു. ഓക്കെ, നമ്മൾ വെറുതെ ഒരുപാട് തിയറി പറയല്ല, നമ്മൾ പ്രോബ്ലത്തിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് 10i plus 2j minus 3k. ഈ സാധനം കണ്ടിട്ടുണ്ടല്ലോ, വെക്ടർ നൊട്ടേഷൻ ആണ്. ഐ ജെ കെ എന്ന് പറയുന്ന എക്സും വൈയും ഇസഡിന്റെയും കമ്പോണൻസിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതായത് ഫോഴ്സ് അപ്ലൈ, അതായത് എക്സും വൈയും ജെ എന്ന് പറയുന്ന 3 കോർഡിനേറ്റ്സിലാണ് ഈ പാർട്ടിക്കിളിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ് ഇരിക്കുന്നത്. ആൻഡ് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ I2j plus k ആണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റ് I1 to 1 എന്ന് പറയുന്ന ആ പോയിന്റിലോട്ടാണ് നിൽക്കുന്ന ആ ഒരു വെക്ടർ ഉണ്ട്. അപ്പൊ ആ ഒരു വെക്ടർ നമുക്കറിയാം. അതുപോലെ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് വേറൊരു വെക്ടർ ഉണ്ട്, 10i plus 2j minus 3k. അപ്പം ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് മൊമെന്റ് അബൌട്ട് ഒറിജിൻ എങ്ങനെ കണ്ടുപിടിക്കും. മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ആ ഫോർമുല? R cross P, നോട്ട് P cross R, R cross P. അത് മറക്കരുത്, R cross P ആണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറിക്കോളും. അപ്പൊ R cross P നമ്മൾ എടുക്കുവാണ്. R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ ഇതാ പൊസിഷൻ വെക്ടർ ഫ്രം ഒറിജിൻ. P എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെ വെക്ടർ. കണ്ടല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ക്രോസ് എടുക്കാൻ നമുക്ക് നേരത്തെ അറിയാം. ക്രോസ് എടുക്കുന്നത് എങ്ങനെയാ? നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് എടുക്കണം. ആ ഡിറ്റർമിനന്റിന്റെ മേളിൽ IJK എന്ന് എഴുതണം. അടുത്തത് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടുന്ന ആദ്യത്തെ സാധനത്തിന്റെ കോഎഫിഷ്യൻസ് എഴുതണം. 1 2 1 എഴുതണം. അടുത്തത് 10 2 -10 എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ മതി. എങ്ങനെ ഡിറ്റർമിനന്റ് എടുക്കുന്നത്? ആദ്യമേ I ഇൻറ്റു ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്, അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് മൈനസ് ജെ ഇൻറ്റു ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്. അടുത്തത് പ്ലസ് കെ ഇൻറ്റു ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്. അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ.
സംഭവം എല്ലാം വളരെ സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് 3 ടൈപ്പ് ഇക്വിലിബ്രിയങ്ങളെ പഠിക്കാം. എന്തൊക്കെയാണ് 3 ടൈപ്പ് ഇക്വിലിബ്രിയം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. നമ്മൾ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ ഒരു പന്തിട്ടേക്കുക. ഈ പന്തിനെ ഞാൻ എടുത്ത് അതൊരു ഇക്വിലിബ്രിയത്തിൽ അത് വന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ കിടക്കുക. ഈ പന്തിനെ ഞാൻ മേലോട്ട് തള്ളുവാന്ന് നോക്കി, മേലോട്ട് ഞാൻ തള്ളുക, തിരിച്ചത് വീണ്ടും എന്താ അതിന്റെ പഴയ പൊസിഷനിലോട്ട് വരും. ഇങ്ങോട്ട് തള്ളിയാലും ഇത് പഴയ പൊസിഷനിലോട്ട് വരും. ഇങ്ങനെയുള്ള പഴയ പൊസിഷനിലോട്ട് വരുന്ന ടൈപ്പ് ഇക്വിലിബ്രിയങ്ങളെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അതേസമയം ഒരു മലയുടെ മേളിൽ ഒരു കല്ല് ജസ്റ്റ് ബാലൻസ് ചെയ്തിരിക്കുക കല്ല് കേട്ടോ, ഇച്ചിരി ഒന്ന് നീക്കിയാലോ അപ്പോഴേ ഉരുട്ടിൽ താഴോട്ട് അങ്ങ് പോകും. അപ്പം ഇങ്ങോട്ട് നീക്കിയാൽ ഇങ്ങോട്ടും താഴോട്ട് അങ്ങ് പോകും. അതായത് അത് എന്ത് സംഭവം, അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അത് തിരിച്ച് അത് അവിടെ നിൽക്കുന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ്, ജസ്റ്റിന് നിൽക്കുകയാണ്. ജസ്റ്റ് ഒരു തട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിഞ്ഞ് അങ്ങ് പോകും. ഓക്കെ, അതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അതുപോലെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒരു പ്ലെയിനിന്റെ മുകളിൽ ഒരു ബോൾ ഇരിക്കുക, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് നീങ്ങി വേണമെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ നീങ്ങി അത് കുറച്ച് മാറിപ്പോയിരിക്കും. വേണമെങ്കിൽ കുറച്ച് ലെഫ്റ്റിലോട്ട് മാറി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. സിമ്പിൾ ആണ്. തിരിച്ചത് പൊസിഷനിലോട്ട് വരാനൊന്നും നോക്കത്തില്ല, അതങ്ങ് ദൂരെ പോകാനും നോക്കത്തില്ല. അതിനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് വിളിക്കാം. അതിനെയാണ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ, അടുത്തത് ലാമീസ് തിയറം. ലാമീസ് തിയറം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പണ്ടോട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു, കാരണം ഇവിടെ നമ്മൾ ഈ F1 F3 ഒക്കെ നമ്മൾ ഈ കമ്പോണന്റ് ഒക്കെ എടുത്തൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഈ 3 ഫോഴ്സുകൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇങ്ങനെ ഫ്ലോ പ്ലാനർ ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് നമുക്കിത് ഭയങ്കര ഈസിയാണ്. എന്തുവാ ഇതിന്റെ കണ്ടീഷൻ അറിയാമോ? ഫോഴ്സ് എ ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ F1 ഡിവൈഡ് ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു F2 ഡിവൈഡ് ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു F3 ഡിവൈഡ് ബൈ സൈൻ ഗാമ. കഴിഞ്ഞു. F1 ഡിവൈഡ് ബൈ സൈൻ ആൽഫ, F2 ഡിവൈഡ് ബൈ സൈൻ ബീറ്റ, F3 ഡിവൈഡ് ബൈ സൈൻ ഗാമ. സൈൻ ആണേ കോസ് അല്ല. അപ്പം ഇത് ആണ് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഇക്വേഷൻ ആണ്, കിടിൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും വെക്ടർ അഡിഷൻ ചെയ്താൽ സി കിട്ടും. എയുടെയും ബിയുടെയും സിയുടെയും മാഗ്നിറ്റ്യൂഡ് ഒന്നും സെയിമും തന്നെയാണ്, കോൺസ്റ്റന്റും ആണ്. അപ്പോൾ എന്താണ് എയുടെയും ബിയുടെയും തമ്മിലുള്ള ആംഗിൾ? എയുടെയും ബിയുടെയും തമ്മിലുള്ള ആംഗിൾ എന്താണ് ചോദ്യം. അപ്പോൾ വെക്ടർ അഡിഷൻ ചെയ്യുമ്പോൾ എയും ബിയും കൂടെ വെക്ടർ അഡിഷൻ ചെയ്ത് സി കിട്ടും. പക്ഷേ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എല്ലാം ഒന്നാണ്, മാഗ്നിറ്റ്യൂഡ് എല്ലാം ഒന്നാണ്. രണ്ട് തമ്മിലുള്ള ആംഗിൾ എന്താണ് ചോദിച്ചേക്കുന്നത്. തന്നേക്കുന്ന വെക്ടർ അഡിഷൻ ചെയ്താൽ സി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യാൻ പറ്റും. സി എന്ന് പറഞ്ഞ സാധനത്തിന് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് വെറുതെ എഴുതിയാലും അത് ഇതിന് സമമാണ് കേട്ടോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. കാരണം ഒരു ആംഗിൾ ഉണ്ടായിക്കോ തമ്മിൽ, ആ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയുടെയും ബിയുടെയും സൈഡിലെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഞാൻ കെ എന്ന് വിളിച്ചു. അപ്പൊ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ കെ സ്ക്വയർ ഇവിടെയും കെ സ്ക്വയർ, 2k സ്ക്വയർ ആവും. ഇത് 2ab 2k സ്ക്വയർ കോസ് തീറ്റ, 2k സ്ക്വയർ കോസ് തീറ്റ. ഓക്കെ, അപ്പം എന്നിട്ട് ഞാൻ റൂട്ട് എടുത്ത് ഇപ്പുറത്തിട്ട കെ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2k സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അപ്പം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാലോ 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഇക്വൽ ടു ഹാഫ് എന്ന് വരും, കോസ് തീറ്റ മൈനസ് ഹാഫ് എന്ന് വരും. ഈ കോസ് തീറ്റ മൈനസ് ഹാഫ് ആവുന്നത് തീറ്റ 120 ഡിഗ്രി ആകുമ്പോൾ മാത്രമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് അറിയാം, പണ്ടേ മാത്സ് ആണ് ഇത്, ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ഓൾ സിൽവർ ടീ കപ്സ്, അതായത് ഇവിടെ ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. ഓക്കെ, ഈ ഒരു ആംഗിൾ തീറ്റ നമുക്ക് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബാക്കി 4 ക്വാഡ്രന്റിലും ഓരോ സാധനത്തിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് കോസിനെ നോക്കാം. അതായത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 180 മൈനസ് തീറ്റ ബേസിക്കലി. പക്ഷേ എന്ത് പറ്റും, ഇവിടെ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷേ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 180 മൈനസ് തീറ്റ എന്ന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ കോസ് 180 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്ന് വിളിക്കേണ്ടി വരും. എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഈ എക്സ് ആക്സിസിൽ നിന്ന് ഈ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ വാല്യൂ നമ്മൾ പറയുന്നത്. അപ്പോൾ കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് കോസ് തീറ്റ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം സൈൻ ആണെങ്കിലോ, സൈൻ 180 മൈനസ് തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ തന്നെയാണ്. ടാൻ ആണെങ്കിലും നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അതേസമയം വേറൊരു കാര്യം നോക്കിക്കോ, ഞാൻ പറയാണ്, ഇപ്പൊ തീറ്റ ഒരു ടാൻ തീറ്റ എനിക്ക് വാല്യൂ ഉണ്ട്.
ടാൻ 180 പ്ലസ് തീറ്റ ആണെങ്കിലോ അത് ടാൻ തീറ്റ ഈക്വൽ ആയിരിക്കും. പക്ഷെ ടാൻ 180 മൈനസ് തീറ്റ ആണെങ്കിൽ അത് മൈനസ് ടാൻ തീറ്റ ആയിരിക്കും. അതായത് ഏത് ക്വാഡ്രന്റിലാണോ പോസിറ്റീവ് അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആ ഒരു എക്സ് ആക്സിസിൽ നിന്ന് ആ ആംഗിളിനെ പിറകോട്ട് വലിക്കുകയോ മുന്നോട്ട് വലിക്കുകയോ ഒക്കെ ചെയ്താൽ എക്സ് ആക്സിസ് തന്നെ ആയിരിക്കണം. വൈ ആക്സിസ് ആണെങ്കിൽ നമുക്ക് ശരിയാവില്ല. എക്സ് ആക്സിൽ നിന്ന് പുറകോട്ടോ മുന്നോട്ടൊക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ആ ക്വാഡ്രന്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നെഗറ്റീവ് ആയിരിക്കും. ഉള്ള ക്വാഡ്രന്റിൽ പോസിറ്റീവും കിട്ടും. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്ക്, കോസ് എന്താ ഞാൻ ചോദിക്കാൻ പോവാണ്. കോസ് എന്താ പറയാ, കോസ് 360 മൈനസ് കോസ് 330. കോസ് 330 എത്രയാണ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കും. കോസ് 330 ഒന്ന് ശ്രമിച്ചു നോക്കും. ഒന്ന് ശ്രമിച്ചോട്ട് ഇങ്ങോട്ട് വാ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിനെ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. കോസ് 330 ആണ് ചോദിച്ചേക്കുന്നത്. കോസ് 330. അപ്പം കോസ് ഓഫ് 330 ആണ്. കോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി കേട്ടോ. കോസ് 330 ആണ്. അപ്പൊ എനിക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റുന്ന അറിയാമോ? എക്സ് ആക്സിൽ നിന്നാണ് നമ്മൾ ഇതിനെ മാറ്റാൻ. ഒന്നെങ്കിൽ എനിക്ക് 180 മൈനസ് 180 പ്ലസ് എന്തോ വലിയൊരു നമ്പർ ചെയ്യുമ്പോൾ എനിക്ക് 330 കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് കഴിഞ്ഞ ഇതിനകത്ത് പിറകോട്ട് പോയാൽ കോസ് ഓഫ് 360 മൈനസ് 30 എനിക്ക് എന്താ കോസ് 330 ആണ്. അതായത് എക്സ് ആക്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആംഗിൾ മാറി ആണ് വന്നേക്കുന്നത്. മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ കോസ് 360 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയായിരിക്കും. കാരണം ഇവിടെ കോസ് പോസിറ്റീവാണ്. ഓക്കെ, അപ്പം കോസ് 360 മൈനസ് 30 എന്ന് പറഞ്ഞാൽ കോസ് 30 തന്നെയായിരിക്കും. അപ്പൊ കോസ് തീറ്റയുടെ വാല്യൂ തന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ കേസിൽ കോസിന് ഏത് വാല്യൂ വരുമ്പോഴാണ് -1/2 വരുന്നതാണ് ചോദിക്കുന്നത്. അപ്പം കോസിന് ഏത് വാല്യൂ മര്യാദക്ക് വരുമ്പോഴാണ് കോസ് തീറ്റ കോസ് എന്ന് മര്യാദക്ക് ആ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ഏത് വാല്യൂ വരുമ്പോഴാണ് 1/2 വരുന്നത്? 60 ആണ്. കോസ് 60 ആണ് 1/2. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് 180 മൈനസ് 60 ചെയ്താൽ എന്ത് സംഭവിക്കും? എനിക്ക് മൈനസ് കോസ് 60 കിട്ടും. കാരണം ഇവിടെ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതേസമയം ഞാൻ കോസ് 180 പ്ലസ് 60 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അവിടെയും എനിക്ക് മൈനസ് കോസ് 60 കിട്ടും. കാരണം എന്താ? അവിടെ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, അതേസമയം കോസ് 360 മൈനസ് 60 ചെയ്താൽ കോസ് 300 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ പോസിറ്റീവ് കോസ് 60 ഹാഫ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ കേസിൽ കോസ് 180 മൈനസ് 60 എന്ന് പറയുന്ന സാധനം നമുക്ക് ആവുന്നത്. അപ്പൊ അത് നമുക്ക് 120 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. 180 മൈനസ് 60 120 ഡിഗ്രിയാണ്, -1/2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ബേസിക്കലി ഇത് മാത്സ് ആണ്. ഇത് നമ്മുടെ ഇവിടെ ആവശ്യമുള്ള കേസല്ല. പക്ഷെ എങ്കിലും നമുക്കിത് മനസ്സിലാക്കണം. നമ്മൾ പണ്ട് പഠിച്ചതാണ്. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ട്രിഗണോമെട്രി ചാപ്റ്ററിൽ ഇത് കൃത്യമായിട്ട് ഒരുപാട് കോസ് 330 കോസ് 2550 എന്നൊക്കെ പറഞ്ഞ് കുറെ വാല്യൂസ് ഒക്കെ എടുത്ത് പഠിച്ചതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പഴയ സാധനങ്ങളൊക്കെ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് വരിക. അപ്പൊ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മെല്ലെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാൻ നോക്കുക. നമ്മൾ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഡൗട്ടുകൾ എപ്പോഴും സോൾവ് ചെയ്ത് പോകണം. അത് നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ തീറ്റ 120 ഡിഗ്രി ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ നടക്കുന്നത്. എ പ്ലസ് ബി സി ആവുന്നതും എയും ബിയും സി ഈക്വൽ ആവുന്നത്. മക്കളെ ഇത് നോക്ക്, ലാമിസ് തിയറം. ഈ ലാമിസ് തിയറത്തിൽ ഈ F1 F2 F3 ഈക്വൽ ആണെന്ന് വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും? F1 ഈ ഒരു ഈ മൂന്ന് സാധനം ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഈ മൂന്ന് ആംഗിളും നമുക്ക് എന്താവും? ഈക്വൽ ആവും. കാരണം ഈ മുകളിലും ഈക്വൽ ആകുമ്പോഴത്തേക്ക് താഴെയുള്ള ഈ മൂന്ന് ആംഗിളും ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പം എന്താ? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അത് തന്നെയാണ് നമുക്കിവിടെ ഈ ഫോർമുല ചെയ്തപ്പം കിട്ടിയത്. എ പ്ലസ് ബി സി ആവുന്ന കേസും എയും ബിയും സി ഈക്വൽ ആവുന്ന കേസും തന്നെയാണ് ലാമിസ് തിയറം പറഞ്ഞിരിക്കുന്നത്. എയും ബിയും സി ഈക്വൽ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. F1 F2 F3 ഈക്വൽ ആവുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. പക്ഷേ ഞാൻ ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മറ്റേതിന് ഈക്വൽ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ല. F2 F3 ഈക്വൽ ആണെന്ന് വെക്കുക. അപ്പൊ അതിന് പാരലോഗ്രാം ലോ വെച്ചിട്ട് F2 പ്ലസ് F3 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. കണ്ടോ? അപ്പം ഇങ്ങനെ കിട്ടുന്ന ആ ഒരു സാധനം ഇക്വലൻ ടു F1 ആയിരിക്കും. എങ്കിലേ നമുക്ക് ഇത് ഇക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ F1 ഈക്വൽ ടു F2 പ്ലസ് F3 നമുക്ക് പറയാൻ പറ്റും. അതുപോലെ F1 F2 F3 ഈക്വൽ ആണ്. ആ സെയിം കേസ് തന്നെയാണ് എ പ്ലസ് ബി ഈക്വൽ ടു സി നമുക്ക് പറയാൻ പറ്റും. എയും ബിയും സിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലും ആണ്. ആ കേസിൽ നമുക്ക് അനലിറ്റിക്കൽ ആയിട്ട് ചെയ്തപ്പോഴും നമ്മൾ ലാമിസ് തിയറം ഉപയോഗിച്ചപ്പോഴും നമുക്ക് തീറ്റ 120 ഡിഗ്രിയാണ് തമ്മിലുള്ള ആംഗിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ.
ലാമിക് തിയറം വെച്ചൊരു ക്വസ്റ്റ്യൻ. ഒരു ബ്ലോക്ക് സപ്പോർട്ട് ചെയ്തേക്കുക 3 ഫോഴ്സ് സപ്പോർട്ടഡ് ബൈ 3 ഫോഴ്സസ് ആർ ഷോൺ ഇൻ ഫിഗർ. ഫോർ മിനിമം വാല്യൂ ഓഫ് T2 വാല്യൂ ഓഫ് ആൽഫ എന്താണ്? അപ്പം T2 ഇങ്ങോട്ടുണ്ട്, ഹൈലൈറ്റർ ആക്കാം, ഹൈലൈറ്റർ അല്ല, ഓക്കെ. T2 ഇങ്ങോട്ട്, T1 ഇങ്ങോട്ട്, 500 താഴോട്ട്. അപ്പം മറ്റേ ലാമിക് തിയറം മാത്രമല്ല ഇക്വിബ്രിയത്തിലുമാണ്. ഈ ഇവിടെ 60 ആണ്, ഇത് 30 ആണ്, ഇത് ആൽഫയാണ്, ഈ സാധനം 90 ആണ്. അത് കാരണം സ്ട്രെയിറ്റ് ഒരു റോഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഇത് 90 എന്ന് നമുക്ക് പറയാം, ഇവിടെ നമുക്ക് 90 എന്ന് പറയാൻ പറ്റും. അപ്പം ചോദ്യം നിങ്ങളും വായിച്ചു നോക്കിയേ. ബ്ലോക്ക് സപ്പോർട്ടഡ് ബൈ ഫോഴ്സ് ഷോൺ ഇൻ ദ ഫിഗർ ഫോർ മിനിമം വാല്യൂ ഓഫ് T2. മിനിമം വാല്യൂ T2 മിനിമം ആവണമെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കണം? ലാമിക് തിയറം പറ്റുന്ന ചെയ്ത് നോക്കൂ. ഇത് കണ്ടാൽ തന്നെ ലാമിക് തിയറം മനസ്സിലാവും. ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കിട്ടൂല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരൂ, നമുക്ക് ചെയ്ത് നോക്കാം. സോറി, ഞാൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് കാണുന്നത് മറന്നേക്ക്, സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. അപ്പം ഇതാണ് നമ്മുടെ പടം ഇതാണ്. നമുക്ക് ലാമിക് തിയറം അപ്ലൈ, നമുക്ക് T2 ആണ് നമുക്ക് വേണ്ടത്, T2 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അപ്പം T2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഇത്, സൈൻ ഓഫ് 90 പ്ലസ് 60, ഇത് 90 ആണ് ഞാൻ പറഞ്ഞു, 90 പ്ലസ് 60 ഈക്വൽ ടു T1 ഞാൻ എടുക്കുന്നില്ല, കാരണം T1 കൂടെ ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യം എനിക്കില്ല, 500 കൂടെ കിടക്കുകയല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഇത് മാത്രം എടുത്താൽ പോരെ. മാത്രമല്ല ആൽഫ 30 അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇത് നമ്മൾ റിലേഷൻ മാത്രമല്ലേ ആവശ്യമുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ വെറുതെ T1 എടുക്കേണ്ട ആവശ്യമില്ല. 500 ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് 30. അപ്പം T2 is equal to 500 into sin 90 plus 60 divided by sin alpha plus 30. T2 മിനിമം ആവുന്ന എപ്പോഴാണ്? സൈൻ ഓഫ് ഈ ഡിനോമിനേറ്റർ മാക്സിമം ആവുമ്പോൾ. ഡിനോമിനേറ്റർ മാക്സിമം ആവണമെങ്കിൽ ആൽഫ പ്ലസ് 30 എന്താവണം? 90 ആവണം. ആൽഫ പ്ലസ് 30 90 ആവണമെങ്കിൽ ആൽഫ 60 ഡിഗ്രി ആയേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഉത്തരം. കാരണം സൈൻ 90 ആണ് മാക്സിമം 1. സൈൻ 90 കഴിഞ്ഞാൽ പിന്നെ 1 നിന്ന് കുറഞ്ഞു പോകും. മനസ്സിലായി? 0 തൊട്ട് 1, പിന്നെ 1 നിന്ന് -1, -1 നിന്ന് വീണ്ടും 1, അങ്ങനെയാണ് അത് പോകുന്നത് അല്ലേ. സൈൻ 0 0, സൈൻ 90 1, സൈൻ 270 താഴോട്ട് വന്നാൽ -1. അതാണ് സംഭവം. ഓക്കെ. 0 1 -1 0 അങ്ങനെയാണ് പോകുന്നത്. 0 0 1 0 -1 0, 0 1 0 -1 0, അങ്ങനെയാണ് നമുക്ക് സൈൻ്റെ വാല്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നും ഉള്ള ഡീറ്റെയിൽഡ് പറയേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇത്രയാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. ഇത്ര നമുക്കുള്ളൂ. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതെല്ലാം പഠിച്ച് ഇപ്പോൾ സിസ്റ്റം ഓഫ് ഫോഴ്സ് ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം ഇത്രയേ നമുക്ക് പഠിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെക്ചർ ഇവിടെ തീരെയാണ്. അടുത്ത ലെക്ചറിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ കീപ് ഗ്രോയിങ്. ടേക്ക് കെയർ.